3:30 ആകുമ്പോഴേക്കും പോകണം എനിക്ക്. പിള്ളേര് സ്കൂളിൽ നിന്ന് വരും, പിന്നെ അവളും വരില്ലേ, കഴിക്കാനൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കണ്ടേ. ഇത്തിരി സമയം കിട്ടിയപ്പോ വന്നതാ. നിന്നെ കണ്ടിട്ട് എത്ര നാളായി. നീ എന്തിനാ അവളെങ്ങനെ പേടിക്കണേ? ഒന്നാമത് മരുമക്കളിൽ നിന്ന് ഇങ്ങനെ തലേ താങ്ങി നടക്കരുത്. പിന്നെ അവളുമാര് പണി തരുമ്പോ നമ്മൾ പഠിക്കും. നിനക്ക് പറ്റില്ലെങ്കിൽ പറ്റില്ല എന്ന് പറഞ്ഞൂടെ? നീ എന്തിനാ എല്ലാ പണിയും കൂടെ ചെയ്യേണ്ട കാര്യം? ആരാ പറഞ്ഞ എനിക്ക് അവളെ പേടിയാണെന്ന്? സ്നേഹത്തിന്റെ ഭാഷ നിനക്ക് പേടിയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ സ്നേഹിച്ച് നടന്ന വയസ്സാകുമ്പോൾ നിന്നെ അവളെ തിരിഞ്ഞു നോക്കണുണ്ടാവില്ല. അപ്പം നീ പഠിച്ചോളൂ. അത് ശരിയാട്ടാ. പിന്നാലെ നടന്ന് കുത്തിത്തിരിപ്പുണ്ടാക്കുമ്പോഴായിരിക്കും പിന്നെ നല്ല സ്നേഹം ഉണ്ടാവുക. അപ്പോഴായിരിക്കും വയസ്സാം കാലത്ത് നമ്മളെ നന്നായി നോക്കാൻ പോണത് അല്ലേ? നിനക്കറിയോ, അവരെ കല്യാണം കഴിഞ്ഞിട്ടേ 10 വർഷമായി. ഈ 10 വർഷത്തിനുള്ളിലേ എൻ്റെ മൊബൈൽ എങ്ങനെ റീചാർജ് ചെയ്തതെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. എനിക്കൊരു ഡ്രസ്സ് പറഞ്ഞ് വാങ്ങേണ്ടി വന്നിട്ടില്ല. എനിക്കൊരു ചെരുപ്പ് പറഞ്ഞ് വാങ്ങേണ്ടി വന്നിട്ടില്ല. എൻ്റെ ഒരു മാക്സി പഴയതായിട്ടുണ്ടെങ്കിൽ അവൾ പുതിയത് വാങ്ങിത്തരും. കണ്ടാ, ഇത് അവൾ വാങ്ങി തന്നതാ. അവൾക്ക് 2 മാക്സി വാങ്ങിച്ചപ്പോൾ എനിക്ക് 3 അവൾ വാങ്ങി തന്നു. അല്ലടി, ഈ മാക്സി എവിടെ നിന്നാ? എനിക്ക് നല്ല ഇഷ്ടമായി. എല്ലാവരും പറയാ ഞാൻ കുറേ നാളായിട്ട് ഈ മാക്സി തന്നെ ഇട്ടുകൊണ്ടിരിക്കണം, നല്ലത് വല്ലതും എടുത്തൂടെ എന്ന് ചോദിക്കുക. ഇത് സംഭവം ദൃഢയെന്ന് വാങ്ങിച്ചതാ. എങ്ങനെയുണ്ട്? നല്ല അടിപൊളിയല്ലേ? ഇങ്ങനത്തെ ഒരു 3-4 അവൾ എനിക്ക് വാങ്ങി തന്നിട്ടുണ്ട്. അധികം റേറ്റ് ഒന്നുമില്ലടി. അതെ, എന്നാ പിന്നെ അതൊക്കെ ഒന്ന് എനിക്ക് കാണിച്ചാടി. അല്ലടി, എനിക്ക് ഓൺലൈനിലൊന്നും വാങ്ങാൻ അറിയില്ല. നീ മരുമകളോടൊന്ന് പറയടി, എനിക്കും കൂടി 2 വാങ്ങിത്തരാൻ. ഇപ്പം മനസ്സിലായാ? മരുമക്കളുടെ സപ്പോർട്ടിൽ നിൽക്കുമ്പോൾ നമ്മുടെ കുറേ കാര്യങ്ങൾ അവിടെ നിൽക്കും. കുറച്ച് സ്നേഹമായിട്ട് നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവറ്റ് എന്ത് വേണമെങ്കിലും നമുക്ക് വേണ്ടി ചെയ്തു തരും. അങ്ങനെ നിൽക്കാനുള്ള കഴിവേ നമുക്കും വേണം. നിന്റെ മരുമകൾ വീട്ടിൽ നിൽക്കണില്ലല്ലോ. ഒരു കുരങ്ങിൻ്റെ വാല് പോയപ്പോൾ മറ്റേ കുരങ്ങിൻ്റെ വാലും കൂടെ കളയാൻ നോക്കാല്ലേ മോളെ?